നമസ്കാരം. ഇനി ഇതിട്ടില്ല സ്ഥാനാർത്ഥി ആരാണെന്ന് ഇവരൊക്കെ ആർക്കും തിരിച്ചറിയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമസ്കാരം, ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ് സന്ദീപ്. ഇവിടെ പെണ്ണുക്കരയാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു അവസരം ചോദിക്കാനാണ് വന്നത്. ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ എന്നെക്കാട്ടിൽ രാഷ്ട്രീയം അറിയാവുന്ന ആൾക്കാരാണ്. നല്ല രീതിയിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ബോധ്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷെ ഞാൻ പറയാൻ വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ നിലവിലൂടെ ഒരു MLA ഉണ്ട് അല്ലേ? ആ MLAക്ക് നമ്മൾ 5 ടേം കൊടുത്തു, 5 തവണ പരീക്ഷിച്ചു. 1ഉം 2ഉം അല്ല. ഒരു മനുഷ്യനൊരു കല്ലേ തട്ടി എത്ര തവണ വീഴും? എത്ര തവണ വീഴാൻ പറ്റും? ഒറ്റ തവണ വീഴാമല്ലേ? നമ്മൾ 5 തവണ വീണു. അപ്പോൾ അതുകൊണ്ട് ഒരേ ഒരു തവണ നിങ്ങൾ എനിക്കൊരവസരം തരണം. ഒറ്റ തവണ തന്നത് എനിക്കും ഒരവസരം തന്നാൽ മതി. രണ്ടാമതൊരവസരം ഞാൻ നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ രണ്ടാമതൊരവസരം എനിക്കും വേണ്ട. ഓക്കെ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ 5 അവസരം നമ്മുടെ നിലവിലെ MLAക്ക് കൊടുത്തു. 25 വർഷമായി അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യാം. അദ്ദേഹം മന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി, പലതുമായി. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ നാടിന് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യവും നടപ്പാക്കാൻ അദ്ദേഹം. നമുക്കിവിടെ ഒരു കുടിവെള്ളം ഉണ്ടോ? പള്ളിപ്പാട് പഞ്ചായത്തിൽ ഒരു കുടിവെള്ളത്തിന് വേണ്ടി ടാങ്ക് കെട്ടിയിട്ടിട്ട് 15 വർഷമായി. ആയോ ഇല്ലയോ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. 15 വർഷമായി പള്ളിപ്പാട്ട് കുടിവെള്ളം തരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കുടിവെള്ളം കിട്ടിയില്ല അല്ലേ? നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ അവസ്ഥ എന്താ? അവിടെ അണുബാധയേറ്റ ആൾക്കാർ മരിക്കുക. ഡയാലിസിസ് ചെയ്യാമെന്ന പാവം പിടിച്ച 2 പേരാണ് അവിടെ മരിച്ചത്. നമ്മളുടെ തീരദേശത്തിൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരണം. ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. പക്ഷേ ഒരവസരം നിങ്ങൾ എനിക്ക് തരണം. തന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ പരാജയപ്പെട്ടാൽ അതിനടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെയും തോൽപ്പിക്കണം. ഒരാൾക്കും പരമാധികാരം കൊടുക്കരുത്, കേട്ടല്ലോ? അതുകൊണ്ട് ഒരു തവണ നിങ്ങൾ എന്നെ പരീക്ഷിക്കുമോ? നിങ്ങളുടെയൊക്കെ മകൻ്റെ പ്രായമാകാനുള്ള പ്രായമേ എനിക്കുള്ളൂ, മകനാകാനുള്ള പ്രായമേ ഉള്ളൂ. അപ്പോൾ ഒരു തവണ ഒരു അവസരം തരുമോ? തരുമോ ഇല്ലയോ? തരുമല്ലോ, ഉറപ്പല്ലേ? അമ്മമാർ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. അപ്പോൾ അമ്മ ഉറപ്പല്ലേ? സന്തോഷം കേട്ടോ. ഒരു തവണ ഒറ്റ തവണ ചെയ്തത്. നിങ്ങൾ എല്ലാ കാലവും BJP വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരേ ഒരു തവണ ഞങ്ങളെ കൂടെ പരീക്ഷിക്കുമല്ലോ. ഇത്തവണ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും. ശരി, പോയിക്കോട്ടെ. ശരി, സന്തോഷം.